സാധാരണ നമ്മൾ കുട്ടികൾക്ക് സ്കേർട്ട് തയ്ക്കുന്നത് അരപ്പട്ടയൊക്കെ വെച്ച് ഹുക്കൊക്കെ വെച്ചിട്ടാണ് അല്ലേ? നമുക്കതിൽ നിന്നും വിപരീതമായിട്ട് കുട്ടികളുടെ സ്കേർട്ട് അഴിഞ്ഞു പോവുക, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഹുക്സ് ഇട്ട് കൊടുക്കേണ്ടി വരിക, അങ്ങനെയുള്ള ഒരു അവസരങ്ങളൊക്കെ നമുക്കുണ്ടാകാറുണ്ടല്ലേ? അപ്പോൾ അതിന് ഒരു പ്രതിവിധി എന്ന പോലെ ഒരു ബെറ്റിക്കോട്ട് രീതിയിൽ നമുക്കൊരു സ്കേർട്ട് തയ്ക്കാം. അപ്പോൾ ബെറ്റിക്കോട്ട് പോലെ നമുക്കത് ഇടുകയും ചെയ്യാം. അതിന് ശേഷം അതിൻ്റെ മുകളിൽ ബ്ലൗസ്, സാധാ ബ്ലൗസ് ഇടുകയും ചെയ്യാം. അപ്പോൾ ശരിക്കും പാവാടയും ബ്ലൗസും കിടക്കുന്ന പോലെ കിടക്കുകയും ചെയ്യും. കാണാനും ആ ഒരു പാവാടയും ബ്ലൗസിൻ്റെയും അതേ ഭംഗി തന്നെയായിരിക്കും. കുട്ടികളുടെ സ്കേർട്ട് ആ ഹുക്കൊന്നും അഴിഞ്ഞ് ഇങ്ങനെ പോവുകയൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യണമെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ലൈനിങ് പീസ് കട്ട് ചെയ്യാം. അതായത് സ്കേർട്ടിൻ്റെ മുകളിലേക്കുള്ള ഭാഗം ലൈനിങ് പീസ് കട്ട് ചെയ്യുക, അതായത് ബെറ്റിക്കോട്ടിൻ്റെ ആ ഒരു പോർഷൻ. അതിനുവേണ്ടി ഒരു രണ്ടാക്കി തുണി മടക്കിയിട്ട ശേഷം ഒരു 14.5 ഇഞ്ചിൽ ഇറക്കത്തിൽ എടുക്കുക. അതിനുശേഷം ഒരു വിട്ട് 9 ഇഞ്ചിൽ എടുക്കുക. 14.5 ഇറക്കം, 9 ഇഞ്ച് വിട്ട്, 2.5 ഇഞ്ച് നെക്ക് വിട്ട്, 3 ഇഞ്ച് ഷോൾഡറിൻ്റെ അളവ്, ആം ഹോള് 6 ഇഞ്ച്. എന്നിട്ട് നമുക്ക് ഷോൾഡർ ഒരു 1/2 ഇഞ്ച് എടുത്ത് നമുക്ക് ചെരിച്ച് വരയ്ക്കാം. ഈ 14.5 ഇഞ്ച് എടുത്ത എൻഡിൽ ഒരു 1/2 ഇഞ്ച് എടുത്തിട്ട് നമുക്ക് അവിടെയും ഷേപ്പ് ചെയ്യാം. സെക്കൻഡ് പീസ് എടുക്കുമ്പോൾ ഓപ്പണിംഗ് ഭാഗം, അതായത് നമുക്ക് ഹുക്ക് വെച്ച് കൊടുക്കേണ്ട ഭാഗം ഒരു 1.5 ഇഞ്ച് മടക്കി വെച്ച ശേഷം ആ ഫ്രണ്ട് പീസ് അതിൻ്റെ മുകളിലേക്കിട്ട് അതേപോലെ തന്നെ അടയാളപ്പെടുത്തുക. ഇതിൻ്റെ നെക്കിൻ്റെ ലെങ്ത്ത് മാത്രമേ വ്യത്യാസമുള്ളൂ, ബാക്കിയെല്ലാം സെയിം ആയിരിക്കും. നമുക്ക് ഫ്രണ്ട് നെക്ക് നമ്മളെടുത്തത് 5 ഇഞ്ചാണ്, ബാക്ക് നെക്ക് അത്രയും ഇറക്കം വേണ്ട. സെയിം ആയിട്ട് എടുത്താലും കുഴപ്പമില്ല. അതായത് നമ്മൾ ബ്ലൗസ് തയ്ക്കുമ്പോൾ, അതായത് ലോങ് ബ്ലൗസ് നമ്മൾ തയ്ക്കുമ്പോൾ ആ നെക്കിനെക്കാട്ടിലും ഇറങ്ങിയിരിക്കണം ബെറ്റിക്കോട്ടും ഷോൾഡറും നെക്കിൻ്റെ വിട്ടും ഒക്കെ. അല്ലെങ്കിൽ നമ്മൾ ഈ ബ്ലൗസിൻ്റെ പുറമേ കൂടെ നമുക്ക് ഈ ഒരു ബെറ്റിക്കോട്ടിൻ്റെ ഇത് കാണാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് അത് കാണാത്ത രീതിയിൽ കുറച്ച് കൂട്ടി വേണം നമുക്കിതിനകത്ത് അളവെടുക്കാൻ. അപ്പോൾ നമുക്കെല്ലാം അടയാളപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കിനി ഇത് കട്ട് ചെയ്യാം. ഈ ഒരു ആദ്യം നമുക്ക് കഴുത്ത് ഒന്നായിട്ടാണ് അടയാളപ്പെടുത്തിയെങ്കിൽ ഒന്നിച്ച് വെട്ടാം. ഞാനിപ്പോൾ 2 അളവാണ്, അതുകൊണ്ട് ആണ് 2 ആയിട്ട് കട്ട് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ആ ഭാഗം ഒരു 1/2 ഇഞ്ച്, നമുക്ക് ഒരു 3 ഇഞ്ച് എടുക്കണം. 3.5 ഇഞ്ച് ടക്സിനാണ്, മുകളിലേക്ക് 3 ഇഞ്ചും. എന്നിട്ട് അടയാളപ്പെടുത്തി നമുക്കത് 4 പീസിലും, അതായത് 4 സൈഡിലും മാർക്ക് ചെയ്തും വെക്കണം. അതിനുശേഷം ആ 14.5 ഇഞ്ച് എടുത്ത് അവിടുന്ന് ഒരു 1/2 ഇഞ്ചും കൂടെ എടുത്ത് ഷേപ്പ് ചെയ്തൊന്ന് ചെരിച്ച് കട്ട് ചെയ്യാം. ഇത്രയേ ഉള്ളൂ നമ്മുടെ ബെറ്റിക്കോട്ട് പോർഷൻ്റെ കട്ടിങ്. അപ്പം എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് താഴത്തെ, അതായത് സാരി കൊണ്ടാണ് ഞാൻ തയ്ക്കുന്നത്, അതുകൊണ്ട് തന്നെ ലൈനിങ് വേണം സ്കേർട്ട് ഭാഗത്തിന്. അപ്പോൾ 28 ഇഞ്ചാണ് ഇറക്കം. അതിൻ്റെ കൂടെ 1 ഇഞ്ചും കൂടെ കൂട്ടിയിട്ട് ലെങ്ത്ത് എടുക്കുക. ഒരു 2 മീറ്റർ തുണി എടുക്കുക. 2 മീറ്റർ തുണിയിൽ 28 + 1 29 ഇഞ്ച് ഇറക്കുക. നമ്മുടെ സ്കേർട്ടിൻ്റെ ലെങ്ത്ത് വന്നിട്ട് 30 ഇഞ്ചാണ്. അപ്പം 30, അതിൻ്റെ കൂടെ 2 ഇഞ്ച് കൂട്ടുക. ഈ 2 ഇഞ്ച് കൂട്ടുന്നത് അടിവശം മടക്കി അടിക്കാനാണ്. ആ മടക്കി അടിക്കുന്നത് മുകളിലേക്ക് നമുക്ക് പട്ടയില്ല, അറിയാമല്ലോ, അല്ലെങ്കിൽ നമുക്ക് കൂട്ടിയെടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്കതിന് വേണ്ടി സ്കേർട്ട് പീസും എടുത്തിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ഈ 1.5 ഇഞ്ച് നമ്മൾ ബാക്ക് പീസ് കട്ട് ചെയ്ത് വെച്ചായിരുന്നു. ആ കട്ട് ചെയ്ത് വെച്ച് ഒന്ന് ഹുക്ക് വെക്കേണ്ടതും ഒന്ന് മറ്റേ ഹോള് വെക്കാനും ആ രീതിയിൽ വേണം. ഒന്ന് ചെറുതാക്കി മടക്കണം. അതായത് ഒന്ന് നമ്മൾ 2 ഭാഗവും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലേ, നമ്മൾ നോച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇത് രണ്ടും കൂടെ തയ്ച്ച് കഴിയുമ്പം ഇങ്ങനെ ഇരിക്കും. ഒന്നുള്ളിലേക്ക്, ഒരു പീസ് ഉള്ളിലേക്ക് പോകണം. ആണ്ടോ, അങ്ങനെ വേണം നമുക്കത് തയ്ക്കാൻ. എന്നിട്ട് നമുക്ക് ഷോൾഡർ യോജിപ്പിച്ച ശേഷം കൈക്കുഴിയും കഴുത്തും നമുക്ക് സാധാരണ ബെറ്റിക്കോട്ട് 2ആയിട്ട് മടക്കി അടിക്കൂലേ, അതേപോലെ മടക്കി അടിക്കാം.
ഇനി നമുക്ക് ടക്സ് ഇട്ട് കൊടുക്കാം. അതായത് ബാക്കിൽ 2 ടക്സും 2 പീസായിട്ടാണ് ബാക്ക് വന്നേക്കുന്നത്. അതിന് 2 ഭാഗത്തും ഓരോ ടക്സും, ഫ്രണ്ടിൽ 2 ടക്സും, അങ്ങനെ 4 ടക്സ് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. ടക്സ് ഇട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് സൈഡ് രണ്ടും ആം ഹോൾ നേരെ വെച്ച് ഒരു 1/2 ഇഞ്ച്, നമ്മൾ എത്രയാണോ തയ്യൽ തുമ്പ് എടുത്തിരിക്കുന്നത് അത്രയും വെച്ച് നമുക്ക് രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്യാം. ഡബിൾ സ്റ്റിച്ച് ചെയ്യണം. കണ്ടല്ലോ, നമ്മുടെ സ്കേർട്ടിൻ്റെ പെറ്റിക്കോട്ട് ഭാഗം, മുകളിലേക്കുള്ള യോക്ക് ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് സ്കേർട്ടിൻ്റെ ലൈനിങ് തയ്ക്കണം. സ്കേർട്ടിൻ്റെ ലൈനിങ് തയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആ ഒരു 2 ഭാഗം തേരായിരിക്കും. അപ്പോൾ ആ 2 സൈഡ്, നമ്മുടെ സൈഡ് വരുന്ന 2 ഭാഗം തയ്യൽ തുമ്പുണ്ടാവും. അത് നമുക്ക് 2ആക്കി മടക്കി തയ്ക്കാം. 2ആക്കി മടക്കി തയ്ച്ചിട്ട് നമുക്ക് ഈ ഒരു പീസിൽ പ്ലീറ്റ് ഇട്ട് കൊടുക്കാം. രണ്ട് ഭാഗവും തയ്ച്ചു. നമുക്കിനി പ്ലീറ്റ് ഇടാം. പ്ലീറ്റ് ഇടുമ്പോൾ നമ്മൾ യോക്ക് തയ്ച്ച് കഴിഞ്ഞ് ആ ഒരു യോക്കിൻ്റെ ആ വീതി, ആ ഒരു അളവ് കറക്റ്റായിട്ട് നമുക്ക് ഈ ഒരു സ്കേർട്ടിൽ നമ്മൾ തയ്ച്ച് കിട്ടണം. അപ്പോൾ നമ്മൾ ലൈനിങ്, സ്കേർട്ടിൻ്റെ ലൈനിങ്ങിന് നമ്മൾ പ്ലീറ്റ് ഇട്ട് കഴിഞ്ഞു. നോക്കിക്കേ, നമ്മൾ തയ്ച്ച് വെച്ചത് ആ യോക്ക് ഭാഗത്തോട് കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു പ്ലീറ്റ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇത് നമുക്ക് തയ്ച്ച് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് സ്കേർട്ട് എടുക്കണം. സ്കേർട്ടിൻ്റെ ഒറിജിനൽ പീസ് എടുക്കുക. അതും ഇങ്ങനെ സൈഡ് തയ്യൽ തുമ്പ് ഉള്ളതാണെങ്കിൽ അതും നമുക്കതൊന്ന് 2ആക്കി മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അതിന് ശേഷം വേണം നമുക്ക് പ്ലീറ്റ് ഇട്ട് തുടങ്ങാൻ.
ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു സാരിയുടെ ആ ഒരു തുണിക്കും നമുക്ക് പ്ലേറ്റ് ഇട്ട് കൊടുക്കാം. ഈ പ്ലേറ്റ് ഇട്ട് നമ്മൾ എൻഡിലെത്തുമ്പോഴും നമ്മുടെ ആ യോക്ക് ഭാഗത്ത് നമ്മൾ ലൈനിങ് തയ്ച്ച പോലെ അതേ കറക്റ്റായിട്ട് തന്നെ നമുക്ക് ഈ അളവ് നമുക്ക് കിട്ടണം. ഓക്കെ, സ്കേർട്ടിന് നമ്മൾ ഫ്ലീറ്റ് ഇട്ടു, കണ്ടോ, ഇട്ടിട്ട് നമുക്ക് ആ ഒരു കറക്റ്റ് അളവാണ്. ഓക്കെ, അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, ആ യോക്ക് നമ്മൾ നല്ല വശം ഇട്ട് അതിന് ശേഷം നമ്മുടെ നല്ല സ്കേർട്ടിൻ്റെ നല്ല ഭാഗം ഇട്ട് അതിൻ്റെ മുകളിൽ ലൈനിങ്ങിൻ്റെ സ്കേർട്ടിൻ്റെ ലൈനിങ്ങിൻ്റെ നല്ല ഭാഗം ഇട്ട് അതായത് 3 പീസും ഒന്നിച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം.
അപ്പോൾ ആ യോക്കും നമ്മുടെ സ്കേർട്ടും നമ്മുടെ ലൈനിങ്ങും കൂടെ നമ്മളത് കൂട്ടി യോജിപ്പിച്ച് കഴിഞ്ഞു. ഓക്കെ ആണല്ലോ. അത് യോജിപ്പിച്ച് കഴിഞ്ഞാൽ അവിടെയും ഡബിൾ സ്റ്റിച്ച് ചെയ്യാൻ മറക്കരുത്. അതിനുശേഷം നല്ല വശത്തേക്ക് തിരിച്ചിട്ടിട്ട് ആ തയ്യൽ തുമ്പ് മുകളിലേക്ക് ഇരിക്കത്തക്ക രീതിയിൽ വെക്കുക. എന്നിട്ട് 2 പ്രാവശ്യം, അതായത് ആ തുമ്പത്തോട് ഒരു തയ്യൽ തയ്ക്കുക. അതിനുശേഷം പ്രഷർ ഫൂട്ട് അകലത്തിൽ വേറൊരു സ്റ്റിച്ചും കൂടെ ചെയ്ത് നമുക്കിത് പതിച്ചടിക്കാം. നമ്മൾ പതിച്ചടിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് ബോട്ടം ഭാഗം, നമ്മൾ കൂട്ടിയെടുത്ത ഭാഗം ഉണ്ടല്ലോ, അത് നമുക്ക് അളവിന് ശേഷം ബാക്കി വരുന്ന നമ്മൾ എത്രയാണോ കൂട്ടിയിട്ടത് അത് നമുക്ക് മടക്കി തയ്ക്കാം. ഓക്കെ അല്ലേ? അപ്പം നമ്മുടെ സ്കേർട്ടിൻ്റെ പണി കഴിഞ്ഞു. നമ്മളിങ്ങനെ ഒരു സ്കേർട്ട് തയ്ക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് ഇടാൻ നല്ല പെർഫെക്റ്റായിട്ട് നല്ല ഇതായിട്ട് കിട്ടും. കാരണം എപ്പോഴും കുഞ്ഞു കുട്ടികൾക്കൊക്കെ തയ്ക്കുമ്പോൾ ഈ രീതിയിൽ തയ്ക്കുകയാണെങ്കിൽ ഒന്നുകൂടെ, നമ്മൾ ഈ ഇട്ടുണ്ടമ്പലത്തിലൊക്കെ പോകുമ്പോൾ എപ്പോഴും ഈ ഹുക്ക് കഴിഞ്ഞ് പോവുക, അല്ലെങ്കിൽ ഇറങ്ങിപ്പോവുക, അളവ് തെറ്റിപ്പോവുക, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇതിലുണ്ടാവില്ല. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ മറക്കല്ലേ. ഈ സ്കേർട്ടിൻ്റെ ബ്ലൗസിൻ്റെ വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.